Hi guys, welcome guys. Daily സിനിമ റിവ്യൂയിലേക്ക്. ഇപ്പൊ സിനിമ റിവ്യൂ അല്ല, സിനിമ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം സിനിമ ഇപ്പൊ ഏത് സിനിമ കണ്ടാലും നമുക്ക് അഭിപ്രായം ഒന്നേ ഉള്ളൂ, ഒരു കാട്ടവരാതം. അതായത് ഗംഗുവ സിനിമയുടെ അതേ പരാതി തന്നെയാണ് ഇനി ഇതിനും കിട്ടാൻ പോകുന്നത്. ഇപ്പൊ സിനിമകൾക്കൊക്കെ എന്താണ് പറ്റുന്നത്? അപ്പോ പുഷ്പ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പബ്ലിക്കിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. 500 കോടിയുടെ ഒരു പാരഡി പടം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു നെഗറ്റിവിറ്റി എന്തുകൊണ്ട് സിനിമക്ക് സംഭവിച്ചു? അതിൻ്റെ എല്ലാം ഇതിന്റെ ഡയറക്ടർക്ക് നന്നായി പങ്കുണ്ട്. സിസ്റ്റമിന് അതിന്റെ ലോജിക്കില്ലാത്ത പടം ജനങ്ങൾക്ക് തരുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നത് ആദ്യം അന്വേഷിക്കണം. ഇനി പബ്ലിക്സിന്റെ ഒപ്പീനിയൻ നോക്കാം. ജിതോഷ് കുമാറിന്റെ ട്രോൾ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. സമാധാനമായിട്ട് പോയ സിനിമ നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ്. A few moments later. എന്റെ പുതിയ നാടകം തോറ്റു. ഫസ്റ്റ് പാർട്ടിന് നേരെ തേർഡ് പാർട്ടിലേക്ക് കൊണ്ട് കാര്യം. സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യം തേർഡ് പാർട്ടിന് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. കാരണം അത്ര പോരാ. ഇത് പബ്ലിക് റിവ്യൂ ആണ്, നമ്മുടെ റിവ്യൂ അല്ല. സിനിമ നമ്മൾ കാണുമ്പോൾ അത് KGF-ലോട്ട് പോവാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ എത്തിയില്ല. KGF-ൽ എത്തിയില്ല. KGF പകരം വെക്കാൻ മറ്റൊരു സിനിമ ഇല്ലെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ട് ഒരു ക്രിഞ്ച് പടം എന്നേ നമുക്ക് തോന്നുന്നുള്ളൂ. ഓഡിയൻസ് എല്ലാവർക്കും എന്നെ മതി. പഫയും വളരെ മോശമായി. എന്തുകൊണ്ട്? അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഡയറക്ടർ സുകുമാറാണ് ഇതിന്റെ സംവിധായകൻ. നാഷണൽ അവാർഡ് പോയിട്ട് ഒരു അവാർഡും കിട്ടാൻ സാധ്യത പുഷ്പക്ക് സാധ്യതയില്ല. പുഷ്പ ഫാൻസ് ഒക്കെയാണ് നമ്മൾ. പക്ഷെ ഇപ്പൊ കാട്ടപരാധം സിനിമകൾ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു ദേഷ്യമുള്ളതിനെ പറഞ്ഞയക്കുക, അതാ നല്ലത്. ഇങ്ങനത്തെയൊക്കെ കണ്ട അവനാദ്യം മനസ്സ് മടുത്ത് അയാള് പറഞ്ഞത് ശരിയാ. അപമാനം, പ്രേക്ഷകരെ അപമാനിക്കുക എന്ന് തന്നെയാണ് ഈ സിനിമ. ഇതിനെക്കാളും നല്ലത് മറ്റേ ഏഷ്യാനെറ്റിലൂടെ സീരിയലുകൾ ഇട്ടുകൊണ്ടുവന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ സീരിയൽ പടം കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം. പുഷ്പരാജ് ഞെട്ടിച്ചല്ല, അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരില്ലെന്ന് പറയാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ എന്റെ കൈ വിട്ട് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. ഒന്നുകിൽ നിന്റെ ഭയ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് തല്ലിക്കൊല്ലും. ഞാനേ നാലുവിട്ടാലും തലയില്ല. ഫാത്വാസിലിനെ കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫാത്വാസിന്റെ മൊഴി പോലും ഇല്ല. ഇതില് നല്ലത് ഉടളയ്ക്കാൻ വിളിക്കാൻ ടപ്പുടേക്കായ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി. എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ കാട്ടവരാതം സിനിമകൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ജനങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? ഇതാണ് സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന് ഡെപ്തുള്ള ഒരു ക്യാരക്ടർ വേണം, ഡെപ്തുള്ള സിറ്റുവേഷൻ വേണം. ഇതൊന്നും ഇല്ലാതെ വെറുതെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് ഇറക്കി വെച്ചിട്ട് 150 കോടിയുടെയും 50 കോടിയുടെയും വില പറയല്ല വേണ്ടത്. 500 കോടിയുടെയും ആസ്തി ഉണ്ടെങ്കിലും പടം നന്നാവണം, അത് പ്രേക്ഷകർക്ക് ക്ലിക്ക് ആകുകയും വേണം. ഇത് പബ്ലിക് തന്നെ ഒപ്പീനിയൻ പറയുന്നത് കൊണ്ട് നമുക്കിതിന്റെ റിവ്യൂ ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ സമയം കഴിഞ്ഞു. റിവ്യൂ പറയാനുള്ള സമയം വരെ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം റിവ്യൂ ചെയ്യാനുള്ള എന്തെങ്കിലും വേണ്ടേ പടത്തിന്? ഒരു ഓപ്ഷനുമില്ല. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ തകർക്കുന്ന തെലുങ്കായാലും തമിഴായാലും ഇതൊരു സിനിമ, ഒരേ സ്റ്റോറി തന്നെയല്ലേ? കേൾക്കുന്നവർക്ക് മനസ്സിലാവും
ഏതാണ് ശരി ഏതാണ് നല്ലതെന്ന്. മലയാളികൾക്ക് ഈ ഒരു സിനിമ ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോ സിനിമ കാണുന്നവരെയും ഇഷ്ടപ്പെടാതിരിക്കും. കാരണം കാണാൻ പോകുന്നവർക്കും നിരാശയാകുന്നു. അങ്ങനെ സിനിമ ഫ്ലോപ്പ് ആകുന്നു. സിനിമ ഇങ്ങനെയാണ് പല സിനിമകളും നശിച്ചു പോകുന്നത്. അവന് വരുത്തുന്ന വിധിയാണ്. ജനങ്ങൾ പറയുന്നതിലല്ല കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു തോട്ടാണ്. ചിന്തകളിലൂടെ തെറ്റായ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു നാടകം പോലെ സിനിമ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് സിനിമ എടുത്തത്? അതുകൊണ്ടാണ് ട്രോളുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ട്രോളുകൾ ഏറ്റെടുക്കുമ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ വൈറലാകും എന്നതായിരിക്കും സത്യം. ബൈ ഫോർ എവർ.